നിക്കാഹ്, കല്യാണം, സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു. മന്തി വേൾഡ്, ദ അറബിക് കുസീൻ, വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം, നിലമ്പൂർ റോഡ്, കരുളായി, പള്ളിപ്പടി. അമരമ്പലം പഞ്ചായത്ത് LDF കമ്മിറ്റി പ്രകടന പത്രിക പുറത്തിറക്കി. CPIM അമരമ്പലം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. പൊതുഭരണം, ആരോഗ്യം, കുടിവെള്ളം, ശുചിത്വം, വനിതാ വികസനം, വിദ്യാഭ്യാസം, ടൂറിസം വികസനം, പട്ടികജാതി പട്ടികവർഗ വികസനം, ചെറുകിട സൂക്ഷ്മ സംരംഭങ്ങൾ, ഊർജം, പൊതുമരാമത്ത്, പാർപ്പിടം, നൂതന പദ്ധതികൾ, കലാസാംസ്കാരികം, യുവജന കായികക്ഷേമം, വൃദ്ധർ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, കാർഷിക മേഖല, മൃഗസംരക്ഷണം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയുള്ള പ്രകടന പത്രികയാണ് പുറത്തിറക്കിയത്. പൂക്കോട്ടുംപാടം ടൗൺ കേന്ദ്രീകരിച്ച് അഡീഷണൽ PHC, ബസ് സ്റ്റാൻഡ്, കംഫർട്ട് സ്റ്റേഷൻ, ഫ്രീ വൈഫൈ, എല്ലാ വീടുകളിലും ശുദ്ധജലം, ഒളർവട്ടം, പൂക്കോട്ടുംപാടം, കോട്ടപ്പുഴ, അമരമ്പലം സൗത്ത് പുഴയോരങ്ങൾ കേന്ദ്രമാക്കിയുള്ള ടൂറിസം പദ്ധതികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ യുവജനങ്ങൾക്ക് തൊഴിൽ പരിശീലനവും മത്സര പരീക്ഷകൾ എഴുതാൻ പ്രാപ്തരാക്കൽ, ഭവനരഹിതരില്ലാത്ത അമരമ്പലം, അമരമ്പലം കലാഗ്രാമം, കാർഷിക മേഖലയ്ക്കായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആഴ്ചചന്ത ഒരുക്കുമെന്നിവയാണ് പ്രകടന പത്രികയിലെ പ്രധാന പരാമർശങ്ങൾ. LDF നേതാക്കളായ VK അനന്തകൃഷ്ണൻ, കുന്നുമൽ ഹരിദാസൻ, K രാജ്മോഹൻ, PC നന്ദകുമാർ, ഉണ്ണികൃഷ്ണൻ പെരുമ്പലത്ത്, രാജീവ് പെരുമ്പ്രാൽ, PT മോഹൻദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു. LDFന്റെ നേതൃത്വത്തിൽ നടന്നുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന രൂപത്തിൽ തുടങ്ങി വച്ചതും പൂർത്തീകരിക്കേണ്ടതും പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ പദ്ധതികൾക്ക് രൂപം നൽകിക്കൊണ്ട് നൂതനമായ ആശയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് അടുത്ത 5 വർഷക്കാലം ഈ പഞ്ചായത്തിനെ നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം, അതിനാവശ്യമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് ഒരു പ്രകടന പത്രിക ഇവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിന് പറ്റുന്ന ഒരു ടീമിനെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നോമിനേഷൻ അതിന് മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ FHSക്ക് സമാന്തരമായി തന്നെ പൂക്കോട്ടുംപാടം കേന്ദ്രീകരിച്ചൊരു PHC അഡീഷണൽ ആയിട്ട് അനുവദിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരണം എന്ന് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. മറ്റൊന്ന്, FHSയുമായി ചേർന്ന് മൊബൈൽ യൂണിറ്റ്, പരിശോധനാ യൂണിറ്റ് സ്ഥാപിച്ച് ഈ വളരെ പ്രയാസമുള്ള SC ST മേഖലകൾ ഉൾപ്പെടെ പ്രായമായ ആളുകൾക്ക് ഉൾപ്പെടെ ചികിത്സ എത്തിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യ ഉപകേന്ദ്രങ്ങളൊക്കെ തന്നെ വെൽനസ് സെന്ററുകൾ എന്നിപ്പോൾ ബോർഡ് വെച്ചിട്ടുള്ളൂ, അതിലേറെ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് അതിനെ മാറ്റി തീർക്കാൻ കഴിയണം. നമ്മള് ഈ ജീവിതശൈലി രോഗങ്ങൾ കുറെ കൂടി നിയന്ത്രിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഓപ്പൺ ജിം സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ നല്ല രൂപത്തിൽ നമ്മൾ നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 6 പൂർത്തീകരിച്ചു വരികയാണ്. മുഴുവൻ വാർഡുകളിലും സ്ഥലത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് അത് നടപ്പാക്കാൻ കഴിയണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ശുദ്ധജലം ലഭ്യമാക്കാൻ കഴിയണം. കുടിവെള്ള നയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാവർക്കും ശുദ്ധജലം, വീടുകളിലും ശുദ്ധജലം ലഭ്യമാക്കാൻ കഴിയണം എന്നാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്. പൂക്കോട്ടുംപാടം കേന്ദ്രീകരിച്ച് കംഫർട്ട് സ്റ്റേഷൻ നമ്മൾ കഴിഞ്ഞ പ്രകടന പത്രികയിലടക്കം ചർച്ച ചെയ്തതാണ്. ദൗർഭാഗ്യവശാൽ നമ്മൾ സ്ഥലത്തിന്റെ ലഭ്യതയുടെ പ്രശ്നം കൊണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നമുക്ക് പൂക്കോട്ടുംപാടത്ത് നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡ് എന്ന സംവിധാനം രൂപപ്പെട്ട് വരികയാണ്. അതിന്റെ എല്ലാ പേപ്പർ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആ കംഫർട്ട് സ്റ്റേഷൻ അടക്കമുള്ള സൗകര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.